അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കോമ്പറ്റീറ്റർ ആരാണ്? നിങ്ങൾ എഴുതി വെച്ച കോമ്പറ്റീറ്ററുടെ പേരൊന്ന് വായിച്ചു നോക്കൂ. അയാളായിരിക്കില്ല ഈ കോമ്പറ്റീറ്റർ. ചേഞ്ചാണ്. നിങ്ങൾ നേരിടുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്പർ 1 ഒന്നാമത്തെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഇറ്റ് ഈസ് ചേഞ്ച്. മാർക്കറ്റിൽ സംഭവിക്കുന്ന ചേഞ്ചാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, കസ്റ്റമറുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഈ ചേഞ്ചാണ് നിങ്ങളുടെ ആദ്യത്തെ കോമ്പറ്റീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എപ്പോഴാണ് മാർജിൻ കുറഞ്ഞത്? നമുക്ക് എപ്പോഴാണ് ലാഭം കുറയാൻ തുടങ്ങിയത്? നമുക്ക് എപ്പോഴാണ് കോസ്റ്റ് കൂടാൻ തുടങ്ങിയത്? കസ്റ്റമർ മാറിയപ്പോഴാണ്. കസ്റ്റമറുടെ ടേസ്റ്റ് മാറിയപ്പോഴാണ്. കസ്റ്റമറുടെ ബിഹേവിയർ മാറിയപ്പോഴാണ്. കസ്റ്റമറുടെ താല്പര്യങ്ങൾ മാറിയപ്പോഴാണ്. കസ്റ്റമർ വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾക്ക് ഈ പറയുന്ന പ്രതിസന്ധികൾ വരാൻ തുടങ്ങിയത്, മാർക്കറ്റിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയതെല്ലാം മറ്റൊരിക്കലുമല്ല, നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടെ കസ്റ്റമറുടെ ബിഹേവിയറിൽ, മാർക്കറ്റിൽ, അവരുടെ സ്വഭാവത്തിൽ, കസ്റ്റമർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ പ്രകടമായിട്ടുള്ള ചേഞ്ച് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഇപ്പം എന്തുകൊണ്ട് ചാണക്യ ഓൺട്രപ്രണേഴ്സ് ചാണക്യയിൽ ജോയിൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ബിസിനസ് അടുത്ത് 2 വർഷം കൊണ്ട് ഇപ്പോൾ ഉള്ളതിൽ 10x ഗ്രോത്തിലേക്ക് പോകണം. അത് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവർ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ചേഞ്ചിനെ ബീറ്റ് ചെയ്യണം. ചേഞ്ചിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ബിസിനസ്സിൻ്റെ രീതികൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ടീമിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും, സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടി വരും, മാർക്കറ്റിംഗ് മോഡൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ബ്രാൻഡിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഇൻഫ്ലുവൻസ്, ബിസിനസ്സിൻ്റെ ഇൻഫ്ലുവൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ലീഡർഷിപ്പ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, നമ്മുടെ കയ്യിലെ ടെക്നോളജി, റിപ്പോർട്ടിംഗ് സിസ്റ്റം, മീറ്റിംഗ്, റിവ്യൂ, ഇതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു ചേഞ്ചിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിച്ചേരും. നമ്മുടെ ഒന്നാമത്തെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലും സംഭവിക്കുന്ന ചേഞ്ചാണ്, കസ്റ്റമറുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചാണ്. ആ ചേഞ്ചിന് നമ്മുടെ ബിസിനസ് കോമ്പറ്റൻ്റ് ആയിട്ടില്ലെങ്കിൽ, ആ ചേഞ്ചിനെ നേരിടാൻ നമ്മുടെ ബിസിനസ് തയ്യാറായിട്ടില്ലെങ്കിൽ, ഇറ്റ്സ് ക്രിട്ടിക്കൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും, എല്ലാം ഈ പറഞ്ഞതെല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പലതരത്തിലുള്ള ചേഞ്ചുകൾ സംഭവിക്കും. കാരണം സ്ട്രക്ചറിൽ ചേഞ്ച് വരേണ്ടി വരും. 2 വർഷം 3 വർഷം മുമ്പുണ്ടായ സ്ട്രക്ചർ മതിയാവില്ല, ചിലപ്പോൾ ബോർഡിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും. കാരണം മാർക്കറ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് കപ്പാസിറ്റി നമ്മുടെ ബോർഡിനില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തീർച്ചയായിട്ടും ഫെയിലിയർ ആവും. അപ്പോൾ സ്ട്രക്ചറിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരണം. പിന്നെയോ തീർച്ചയായിട്ടും സിസ്റ്റം, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം അല്ല 5 കോടിയുടെ കോവിഡിന് മുൻപുള്ള സിസ്റ്റം ഇന്ന് വർക്കിംഗ് അല്ല. കോവിഡിന് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ ഇന്ന് വർക്കിംഗ് അല്ല. ഇന്ന് നമുക്ക് കോവിഡിന് മുമ്പുണ്ടായതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ പലതരത്തിലുള്ള സിസ്റ്റം അവൈലബിൾ ആണ്. നമ്മളത് യൂസ് ചെയ്യുന്നില്ല. കോവിഡിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്ത ആ സിസ്റ്റം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബാലികേറാൻ മലയാകും. കോമ്പറ്റീഷനും ചേഞ്ചും എല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ എടുത്തുകൊണ്ട് പോകും. കാരണം മാറിയിട്ടുണ്ട്, കസ്റ്റമർ ബിഹേവിയർ മാറിയിട്ടുണ്ട്, ആളുകളുടെ പ്രിഫറൻസ് മാറിയിട്ടുണ്ട്, ആളുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. ആ മാറ്റത്തിനനുസരിച്ച് പ്രകടമായിട്ടുള്ള ചേഞ്ച് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. സിസ്റ്റം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, നമ്മുടെ ബിസിനസ് സ്റ്റൈൽ മാറ്റേണ്ടി വരും, നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ, ആളുകളോട് സംസാരിക്കുന്ന രീതി മാറ്റേണ്ടി വരും, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് മാറ്റേണ്ടി വരും, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന രീതി മാറ്റേണ്ടി വരും. സോ ഈ പറയുന്ന സംഗതികളെല്ലാം മാറ്റി നമ്മുടെ സ്റ്റാഫിന് ചേഞ്ച് ചെയ്യേണ്ടി വരും, സ്ട്രാറ്റജിയിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും, ഓപ്പറേഷൻ ചേഞ്ച് കൊണ്ടുവരും, നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂവിൽ മാറ്റം വരുത്തേണ്ടി വരും, നെറ്റ്വർക്കിൽ മാറ്റം വരുത്തേണ്ടി വരും, ടെക്നോളജിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇതെല്ലാം മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ വെല്ലുവിളി അതാണ്.